എടേ നമുക്ക് തമിഴ്നാട് സ്റ്റൈലിൽ ഒരു പുളിരസം ഉണ്ടാക്കിയാലോ? പുളി ഇല്ലാതെ എന്ത് പുളിരസം? ഒരു ചെറിയ പുളി എടുത്തിട്ടുണ്ടല്ലോ, വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഞെവിടി പിഴിഞ്ഞ് പുളിവെള്ളം ഉണ്ടാക്കിയെടുക്കണം. ഇത്രയും കോൺസെൻട്രേഷനിലൊക്കെ പുളിവെള്ളം വേണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു തക്കാളി ഒരെണ്ണം മതി, നന്നായിട്ട് പഴുത്തതായിരിക്കണം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഒരെണ്ണം മതി കേട്ടോ. നമ്മൾ ഇതിനകത്ത് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ഒരെണ്ണം കൂടെ ചേർത്തോ. എന്നിട്ട് ഈ തക്കാളി ഇത് കൈ കൊണ്ട് തന്നെ ഒന്ന് ഞെക്കി പൊട്ടിച്ച് ഇതിനകത്ത് ഉടച്ച് ചേർക്കണം. നമുക്കിതിനകത്ത് പിച്ചാത്തിയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഈ ആദ്യത്തെ പ്രോസസ്സിലൊന്നും. പിച്ചാത്തി എന്നാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത്. കറിക്കത്തിയൊക്കെ ഇല്ലേ, അത് വെച്ചൊന്നും അല്ല നമ്മൾ അരിയുന്നത്. നമ്മൾ കൈ കൊണ്ടാണ് ഇത് ഞെവിടി പിഴിഞ്ഞ് ഈ പുളിവെള്ളത്തിൽ ചേർക്കുന്നത്. ഇനി നമുക്ക് ഒരു പച്ചമുളകും കൂടി ഇല്ലേ അതിൽ, അവനെയും കൂടെ നമുക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഉടച്ചിട്ട് ഈ വെള്ളത്തിൽ അങ്ങ് ചേർക്കാം. അതിനുശേഷം ഒരു ചട്ടി വെച്ച് നോർമലായിട്ട് ചെയ്യുന്ന പോലെ കടുക് പൊട്ടിച്ചതിന് ശേഷം വേറെ സ്പെഷ്യലായിട്ട് നമ്മളിതിൽ ചേർക്കുന്ന ജീരകം കൂടി ചേർക്കും കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില, ഇത്ര ഐറ്റംസും കൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഒരുവിധം ഒന്ന് പാകമായിട്ട് വരുമ്പോഴത്തേന് അതിനകത്ത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പോരാത്തതിന് ഉലുവാപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് അതൊന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, തക്കാളിയും പുളിവെള്ളവും പച്ചമുളകും കൂടിയുള്ളത് ഇതിനകത്ത് ചേർക്കണം. അടുത്ത ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കക്ഷിയാണ് കേട്ടോ ഇത്, കായമല്ലേ രസത്തിനെ രസമാക്കി മാറ്റുന്നത്. അങ്ങനെ നമ്മുടെ ചേരുവകളെല്ലാം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഇത് തിളയ്ക്കാൻ വെക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സായി തിളച്ച് മറിയുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, അടിപൊളിയാ അത്. അതിൻ്റെ കൂടെ കുറച്ച് പൊരിച്ച മീനും കൂടെ ആയാലോ, പിന്നെ പറയാനുണ്ടോ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.